ഞങ്ങൾ ഇന്നലെ രാത്രി ബ്രമിംഗ്ഹാം സിറ്റിയിലെത്തി. അവിടെ നിന്നും 15 കിലോമീറ്ററോളം അകലെയുള്ള ഈ ഭാഗത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ നിന്നും വീണ്ടും ഒരു 15 കിലോമീറ്റർ അകലെയുള്ള ബാലാജി ടെമ്പിൾ സന്ദർശിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ ഭാഗത്തെ വിശേഷങ്ങൾ അറിയുവാനായി ഞാനൊന്ന് നടക്കുകയാണ്. ഇതൊരു പ്ലാൻഡ് ടൗൺ അല്ലാത്തതിനാൽ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇടുങ്ങിയ റോഡുകളാണ്. വീടുകൾക്ക് പ്രത്യേക പാർക്കിംഗ് സൗകര്യമില്ല. റോഡിൻ്റെ 2 സൈഡിലുമായി വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ്. അതിനാൽ ടൂറിസ്റ്റുകൾക്ക് വരുന്നവർക്ക് കാർ പാർക്കിംഗ് വലിയൊരു പ്രോബ്ലം തന്നെയാണ്. ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ പഴയ ഒരു കെട്ടിടങ്ങളുടെയും മറ്റൊരു പ്രതിച്ഛായയാണ് മുന്നിൽ കാണുന്നത്. സൈഡുകളിൽ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. കടകൾ ഷട്ടർ അടച്ചിട്ടിരിക്കുകയാണ്, ചിലതൊക്കെ തുറന്നു വച്ചിട്ടുണ്ട്. പച്ചക്കറികളും പഴങ്ങളും മറ്റു പലവ്യഞ്ജന സാധനങ്ങളൊക്കെയുള്ള ഷോപ്പിംഗാണ്. ഇവിടെ താമസിക്കുന്ന മിക്കവാറും ഇന്ത്യക്കാരും പാകിസ്ഥാനും അങ്ങനെയുള്ള രാജ്യങ്ങളിലെ ആൾക്കാരാണ്. സായിപ്പന്മാർ പലതും ഈ കാണുന്ന വീടുകളിലെല്ലാം വിറ്റിട്ട് അവർ വലിയ നഗരങ്ങളിലേക്ക് പോയിട്ടുണ്ടാകാനാണ് സാധ്യത. ഒരു സായിപ്പിനെ എപ്പോഴും ഈ പോക്കിൽ കണ്ടു കിട്ടാനായി കഴിഞ്ഞില്ല. എല്ലാവരും സിഖുകാരും പാകിസ്ഥാനുകാരും പിന്നെ നമ്മുടെ ഇന്ത്യക്കാരും. കുറഞ്ഞ ചിലവിൽ താമസിക്കാമെന്നുള്ളത് കൊണ്ടായിരിക്കാം ഇവരൊക്കെ ഇവിടെ കുടിയേറിയിരിക്കുന്നത്. വിശാലമായ റോഡോ ഉദ്യാനങ്ങളോ വലിയ ഷോപ്പിംഗ് മാളുകളോ ഒന്നും തന്നെ കാണുന്നില്ല. എല്ലാം നമ്മുടെ നാട്ടിലെ മാതിരി ചെറിയ കടകൾ മാത്രം. കുറച്ച് ദൂരെ കാണുന്നൊരു മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് ഉണ്ട്, ജസ്റ്റ് ലൈക്ക് ഫ്ലാറ്റ്, നമ്മുടെ മാതിരി. അതാണ് ഇവിടെ കണ്ടൊരു വിശേഷമായത്. അത് പുതിയതായി പണിതാണ്. ഇതൊരു ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് തിരിഞ്ഞ് നേരെ പോയാൽ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് പോകാം. റോഡുകളുടെ ഇരുവശങ്ങളിലും കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു. മനുഷ്യരധികം കാണുന്നില്ല, എല്ലാവരും ഇതിന് അകത്തായിരിക്കും. ഞങ്ങൾ ഇന്നലെ രാത്രി 7 മണിയോടുകൂടി ചെക്കിനായി. ഇന്ന് 12 മണിയോടെ ചെക്കൗട്ട് ആവണം. കാർ പാർക്ക് ചെയ്യാൻ നന്നേ ബുദ്ധിമുട്ടി. ഇതെല്ലാം പഴയ കെട്ടിടങ്ങളാണ്. അകത്ത് കാണുന്ന ഈ പുറം കാണുന്ന മാതിരിയല്ല, അകത്ത് വളരെയധികം സൗകര്യങ്ങളുണ്ട്. നീണ്ട നിരയിൽ കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ജസ്റ്റ് ഒരു കാറിന് അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ പോകാൻ മാത്രം വഴി. ഈ കാണുന്ന 15-ാം നമ്പർ ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിച്ചത്. കാർ മറ്റൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. വീടിനുള്ളിലെ കാഴ്ചകളിലേക്ക്. 3 ബെഡ്റൂം, ഒരു ലിവിങ് റൂം, ഒരു ഡൈനിങ് റൂം, കിച്ചൺ, ടോയ്ലറ്റ് എന്നിവയെല്ലാം ഉണ്ട്. അത്യാവശ്യം ഭക്ഷണം പാകം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. ഓവൻ, ഫ്രിഡ്ജ്, ഗ്രില്ല് എന്നിവയെല്ലാം. ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം നമ്മൾ പുറത്തു നിന്ന് കൊണ്ടുവന്നാൽ മതി. ഈവൻ വാഷിംഗ് മെഷീൻ പോലും 2 ഉണ്ട്. നമ്മുടെ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ
ക്ലീൻ ചെയ്യാം. അതിവിടുത്തെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ പുറത്ത് കാണുന്ന കെട്ടിടം മാതിരി അല്ല അകത്ത്. നോക്കൂ, വളരെ സൗകര്യപ്രദമാണ്. മനോഹരമായി എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. വളരെ ക്ലീനാണ്. കെട്ടിടത്തിന് വർഷങ്ങളോളം പഴക്കമുണ്ട്. അതൊക്കെ റിനോവേറ്റ് ചെയ്ത് ഈ രീതിയിലാക്കിയതായിരിക്കാം. നല്ല ഹൈറ്റുള്ള മുറികൾ, ഭംഗിയായി ഫർണിഷ് ചെയ്തിരിക്കുന്നു. TV, ഇൻ്റർനെറ്റ്, വൈഫൈ എല്ലാം ഉണ്ട്. ഓരോ മുറികളുടെയും ഉൾഭാഗങ്ങൾ. ഇത് രണ്ടാമത്തെ വലിയ മുറി. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ല എന്നതൊരു കുറവാണ്. ഇത് മൂന്നാമത്തെ മുറി. താഴത്തേക്ക് ഇറങ്ങി പോകാനുള്ള സ്റ്റെയർ കേസ് ഇടുങ്ങിയതാണ്, പക്ഷെ വളരെ നീറ്റാണ്. ടോയ്ലറ്റ്. ഇതാണ് മൂന്നാമത്തെ മുറി, ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം. അത്യാവശ്യം നല്ല മുറിയാണ്. രാത്രിയിലെ ഭക്ഷണത്തിലേക്ക് പുറത്തേക്ക് പോവുകയാണ്. ഒരു റെസ്റ്റോറൻറ്റിലെത്തി. ഒരു മലയാളി റെസ്റ്റോറൻ്റാണ്. ചായപ്പീടിക എന്നാണ് ഇതിൻ്റെ പേര്. വലിയ തിരക്കാണ്. എല്ലാവരും മലയാളികളാണ് ഇവിടെ കണ്ടുമുട്ടിയവരെല്ലാവരും. കപ്പ, മീൻ, ബിരിയാണി എന്ന് വേണ്ട, പൊറോട്ട, പത്തിരി എന്ന് വേണ്ട എല്ലാ വിഭവങ്ങളും കിട്ടും. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ഞങ്ങൾ ഒരു ചിക്കൻ ബിരിയാണി, ഒരു മട്ടൻ ബിരിയാണി, ഒരു തമിഴ്നാട് ബിരിയാണി, അങ്ങനെ 3 എണ്ണം വാങ്ങി. വളരെ സ്വാദിഷ്ടമാണ്. പക്ഷേ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു ഒരു ടേബിൾ കിട്ടാനായി. അതാണ് ആകെ ഉണ്ടായ പ്രശ്നം. എങ്കിലും നല്ല ഭക്ഷണം കിട്ടി. ഭക്ഷണത്തിന് ശേഷം തിരികെ ഫ്ലാറ്റിലേക്ക് രാത്രി വിശ്രമത്തിന്. നാളെ കാണാം. ഗുഡ് നൈറ്റ്. ബർമിംഗ്ഹാമിൻ്റെ രാത്രി ദൃശ്യങ്ങൾ. ബർമിംഗ്ഹാം ഒരു വലിയ ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്. കുറേ ഫാക്ടറികൾ ഹൈവേയുടെ ഇരുവശങ്ങളിലാണ്.